നമസ്കാരം. ഞാൻ ഡോക്ടർ സന്ദീപ്, റുമറ്റോളജിസ്റ്റ്, അമൃത ഹോസ്പിറ്റൽസ്, കൊച്ചി. ഇന്ന് വേൾഡ് ലൂപ്പസ് ഡേ ആണ്. ലൂപ്പസ് അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു പേര് SLE. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ പ്രതിരോധ ശക്തി നമ്മുടെ ഓരോ അവയവങ്ങളെ ബാധിക്കും. അപ്പം ഇതിൻ്റെ ലക്ഷണങ്ങളും വരുന്നത് ഇതെവിടെ ബാധിക്കുന്ന അനുസരിച്ചാണ്. ഇത് കിഡ്നിയെ ബാധിക്കുകയാണെങ്കിൽ ക്രിയാറ്റിൻ കൂടും, യൂറിനിലെ പ്രോട്ടീൻ പോവും, കാലിൽ നീര് വരും. സ്കിന്നിൽ ബാധിക്കുകയാണെങ്കിൽ മുഖത്ത് ചുവപ്പ് പാട്, കറുത്ത പാട്, വായിൽ അൾസർ ഇങ്ങനെ വരും. ലങ്സിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പോലെ വരാം, വയറിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പോലെ വരാം. നമ്മൾ സാധാ വാദം ആത്രൈറ്റിസ് ആയിട്ട് ഇത് വരാം. ഈവൻ നമ്മുടെ ബ്രെയിൻ ഇത് ഫിറ്റ്സും ഇങ്ങനെ അബോധാവസ്ഥയിലും ഏറ്റവും കൂടിയ സ്റ്റേജ് SLEയിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. പൊതുവെ SLE വരുന്നത് നമ്മുടെ OPയിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് സ്ത്രീകൾക്കാണ്. SLEയുടെ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ പേഷ്യൻസ് എപ്പോഴും ചോദിക്കുന്നത് എനിക്ക് ജീവിതകാലം സ്റ്റിറോയിഡ്സ് വേണോ, കുറേ നാൾ മെഡിസിൻ കഴിക്കണോ? അങ്ങനെയല്ല. ഇന്ന് ട്രീറ്റ്മെൻറ്റ് തുടക്കത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അസുഖം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് മരുന്ന് കുറച്ച് വന്ന് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ടൊരു നോർമൽ ലൈഫ്, ഇപ്പം സ്ത്രീകൾ കൂടുതൽ വരാണെങ്കിൽ നോർമൽ വീട്ടിലെ കാര്യം നോക്കുന്നത്, ഫാമിലീസ്, പ്രഗ്നൻസി ലൈഫിൽ നോർമലായിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വിത്ത് ട്രീറ്റ്മെൻറ്റ് പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ലൂപ്പസിൻ്റെ വാർണിംഗ് സൈൻസ്, സ്ഥിരം കാണുന്ന സിംറ്റംസ് ഇതാണ്. ഒന്ന് ഹെയർ ലോസ്, രണ്ടാമത് വായിൽ അൾസർ, മൂന്നാമത് സ്കിന്നിൽ ഒരു ചുവപ്പ് റാഷ് നമ്മുടെ കവളുണ്ട് അവിടെ, നാലാമത് ആത്രൈറ്റിസ്, ജോയിൻസിൽ നീരും ചുവപ്പും തൊടുമ്പം വേദന, രാവിലെ എണീക്കുമ്പോൾ ബെഡിൽ നിന്ന് എണീക്കാൻ ബുദ്ധിമുട്ടാണ്, ശ്വാസം മുട്ടൽ, നമുക്ക് മാറാത്ത ന്യൂമോണിയ, ഈ ആൻറ്റിബയോട്ടിക് എടുത്തെടുത്ത് മാറാത്ത ന്യൂമോണിയ, ഇത് വേറെ ഒന്ന്, കാലിൽ നീര്, പെട്ടെന്ന് ഒരു ചെറുപ്രായത്തെ ആൾക്ക് BP, സ്ത്രീകൾക്ക് കാലിൽ നീരും BPയും പെട്ടെന്ന് വരുന്നത്. ഇത് മരുന്ന് എടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നോർമൽ ലൈഫായിട്ട് പോകാൻ പറ്റുന്ന അസുഖമാണ്.